ഇന്ന് നമുക്കൊരു രസം ഉണ്ടാക്കിയല്ലോ. ഞാനിവിടെ മുരിങ്ങാക്കായ വെച്ചിട്ടോ രസം ഉണ്ടാക്കണത്. മുരിങ്ങാക്കായ വെച്ച് രസം ഉണ്ടാക്കിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള രസം. നമ്മളെല്ലാവരും വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരല്ലേ. തക്കാളി രസവും കുരുമുളക് രസവും ഒക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നവരാണ്. നിങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് രസം ഉണ്ടാക്കണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കല്ലേ. അപ്പോൾ ഈ രസത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കുക്കറിലൊരു 3 വിസിൽ വരുത്തണം. 3-4 വിസിൽ വരുത്തിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഈ രസം ഉണ്ടാക്കുന്നത്. അതിലേക്ക് 3 തക്കാളി ഞാൻ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ മുരിങ്ങക്കായൻ്റെ സീസണല്ലേ ഇത്. അപ്പോൾ മുരിങ്ങക്കായ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഈ രസം ഇഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കുക്കറിൽ നിന്ന് സ്ട്രെയിനർക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പൾപ്പ് മാത്രം ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മളെ വീട്ടിൽ ആരെങ്കിലും മുരിങ്ങക്കായ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ ഇത് മുരിങ്ങക്കായ ചേർത്തതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കേട്ടോ. സാധാ രസത്തിൻ്റെ പോലെ തന്നെയാണ്, എന്നാലും അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ പൾപ്പെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയല്ല കേട്ടോ, കുരുമുളകാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, 2 വറ്റൽമുളക്. ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഈ വറ്റൽമുളകൊന്ന് ചുട്ടെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചുട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചതച്ച പേസ്റ്റ്. ഇനി നമുക്ക് രസം ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ മൺചട്ടിയിൽ 2 ദിവസത്തോളം ഈ രസം ഇങ്ങനെ തന്നെ വെച്ചാലും കേട് ഇല്ലാതിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായി ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഞാനതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ആ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളി പിഴിഞ്ഞ വെള്ളം അതിൽ എക്സ്ട്രാ 1 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ച് ചേർക്കണ്ടേ. എന്നിട്ടൊന്ന് ചെറുതായി തള വരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങക്കായൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, മൺചട്ടി ആയത് കാരണം. ഒന്ന് തള വന്നാൽ പിന്നെ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതിൽ ആവശ്യത്തിലുള്ള ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പുളി ഒഴിച്ചതല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് കായപ്പൊടി ചേർത്തിട്ട് ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.
പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.